പാകിസ്ഥാൻ എല്ലാ കാലത്തും പ്രതിസന്ധിയിലായ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഇന്ത്യ സിന്ധു നദീജല കരാർ നിർത്തിയപ്പോൾ വെള്ളം കിട്ടാതെ പ്രതിസന്ധിയിലായി. അതിനു മുമ്പ് പാകിസ്ഥാൻ പണമില്ലാതെ പ്രതിസന്ധിയിലായി. അതിനു മുമ്പ് കലാപം മൂലം പ്രതിസന്ധിയിലായി. അങ്ങനെ പല പ്രതിസന്ധികൾ പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രതിസന്ധി പാകിസ്ഥാൻ നോക്കി പല്ലൊളിക്കുകയാണ്. പാകിസ്ഥാനിൽ HIV പ്രതിസന്ധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാകിസ്ഥാനിൽ HIV അണുബാധയിൽ കുത്തനെ വർധനവുണ്ടായതായി വാർത്തകളുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2010 പാകിസ്ഥാനിൽ 16,000 പുതിയ HIV കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇത് 2024 ആകുമ്പോഴേക്കും 48,000 ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 15 വർഷത്തിനിടെ ദ്രുതഗതിയിലുള്ള വർധനവോടെ അണുബാധ ഇപ്പോൾ സമൂഹത്തിലെ വിശാലമായ വിഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ചില പ്രത്യേക ഗ്രൂപ്പുകളിലേക്ക് മാത്രമല്ല. ഈ സാഹചര്യം ഉടനടി നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാവി തലമുറകൾക്ക് ഇത് വിനാശകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന പാകിസ്ഥാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ HIV പടർന്നു പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വവർഗരതിയാണ് എന്നുള്ള രീതിയിലും റിപ്പോർട്ടുകൾ പല ഭാഗത്തും പുറത്തു വന്നിട്ടുണ്ട്. സ്വവർഗരതി പാകിസ്ഥാനിൽ വ്യാപകമായി പല ആൾക്കാരും രഹസ്യമായി പിന്തുടരുന്നു എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് പറയാനായി സാധിക്കുന്നത്. പോരാത്തതിന് പോൺ കണ്ടന്റ് അഥവാ അശ്ലീല ദൃശ്യങ്ങൾ, അശ്ലീല സൈറ്റുകൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്താണ് പാകിസ്ഥാനിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. പുതിയ കേസുകളുടെ എണ്ണം 3 ഇരട്ടിയായി മാറിയിട്ടുണ്ട്. അതായത് HIV കേസുകളുടെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടയിൽ പാകിസ്ഥാനിൽ പുതിയ HIV അണുബാധയുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2010 16,000 പുതിയ കേസുകൾ ഉണ്ടായപ്പോൾ 2024 48,000 അത് വർദ്ധിച്ചു. അതായത് ഈ കാലയളവിൽ പുതിയ കേസുകളുടെ എണ്ണം 3 ഇരട്ടിയായി വർദ്ധിച്ചു. പ്രായലിംഗ സാമൂഹ്യ വർഗ വിവേചനമില്ലാതെ ഈ വർധനവ് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ 3,50,000 ആളുകൾ HIV ബാധിതരാണെന്ന് കണക്കാക്കപ്പെടുന്നു. മറുവശത്ത് ഇവിടുത്തെ ആളുകൾക്ക് HIV അണുബാധയെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് അവർക്ക് എന്നുള്ളത് വേറൊരു കാര്യം. ലോകാരോഗ്യ സംഘടനയുടെ ഭയാനകരമായിട്ടുള്ള ഒരു പ്രവചനം കൂടെ പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ ഉദ്യോഗസ്ഥർ ഗുരുതരമായിട്ടുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും മുമ്പ് HIV വ്യാപനം പ്രധാനമായും കുത്തിവയ്പ്പിലൂടെ, മയക്കുമരുന്നിന്റെ ഉപയോഗത്തിലൂടെ, സുരക്ഷിതമല്ലാത്ത നടപടിക്രമങ്ങളിലൂടെയോ രക്തം സ്വീകരിക്കുന്നവരിലോ മാത്രമായിരുന്നുവെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അണുബാധ പൊതുസമൂഹത്തിലേക്കും വീട്ടുജോലിക്കാരായ സ്ത്രീകളിലേക്കും നിരപരാധികളായ കുട്ടികളിലേക്കും പോലും അതിവേഗം കടന്നു വരുന്നു. കുട്ടികളെ ബാധിക്കുന്ന ഈ പകർച്ചവ്യാധി രാജ്യത്തിന്റെ ഭാവിക്ക് ഗുരുതരമായിട്ടുള്ള വെല്ലുവിളിയായി മാറിയേക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയത്. ഭാവി തലമുറയെ സംരക്ഷിക്കാൻ അടിയന്തര കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണെന്നാണ് പാകിസ്ഥാനോട് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.